ഇന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെ തുറന്നപ്പോൾ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഒരു പോസ്റ്റ് കാണാതെ ഷെഫീഖ് ഹുദവി ചേലാമ്പ്ര എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രൊഫൈൽ പിക്കാണത്, അദ്ദേഹത്തിൻ്റെ പോസ്റ്ററാണത്. ഇതിലൊരു സംഗതി താഴെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് ജബലുൽ കോയത്തങ്ങളുണ്ട്, ബഹാവുദ്ദീൻ അദീബി ഉസ്താദുണ്ട്. അതിൻ്റെ മുകളിൽ അദ്ദേഹം കൊടുത്തത് ഇങ്ങനെയാണ്: ഇവരെല്ലാം ദാറുൽ ഹുദയുടെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളടക്കം ദാറുൽ ഹുദയുടെ കൂടെ നിൽക്കുമ്പോൾ ഇനി ആരാണ് നേതൃത്വത്തെ അംഗീകരിക്കാത്തത് എന്ന് സ്വയം ചിന്തിക്കുക. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദിയും ദാറുൽ ഹുദ വൈസ് പ്രസിഡൻറ്റുമായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുൽ, ആദരണീയരായ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ കൂടെ ഇന്ന് ദാറുൽ ഹുദ ദേശീയതല പഠനാരംഭ സദസ്സിൽ ദാറുൽ ഹുദ സംവിധാനത്തിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് 5318 അപേക്ഷകളിൽ നിന്ന് അഡ്മിഷൻ ടെസ്റ്റിലൂടെ യോഗ്യത നേടിയ 1364 വിദ്യാർത്ഥികളുടെ ദേശീയതല പഠനാരംഭം എന്നിട്ട് കൊടുത്തിട്ടൊരു പോസ്റ്റാണിത്. സത്യത്തിൽ ഇതൊരു 90% ഇന്ന് സമസ്തക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള സമസ്തയുടെ അത്യുന്നതരായ നേതൃത്വവും മുഷാവറയും എടുത്ത തീരുമാനങ്ങൾക്കെതിരെ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി ആ മഹാന്മാരായ ഉസ്താദന്മാരെയും സമസ്തയെയും ധിക്കരിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സമസ്തൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴുള്ള, അതുപോലെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള കുറേ ഹുദവിമാരുണ്ട്, വാഫിമാരുമുണ്ട്. അവരുടെ ഒരു മാനസിക വൈകൃതമാണ് സത്യത്തിൽ ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇവിടെ ദാറുൽ ഹുദക്കെതിരെ ആരാ നിന്നിട്ടുള്ളത്? ഇതൊരു തരം വിഭാഗീയതയുടെ അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ, തങ്ങളാണ് ശരി എന്ന രൂപത്തിലേക്ക് ജനമനസ്സുകൾക്ക് അറിയിക്കുന്ന തരത്തിലേക്കാണ്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാതലായ വശം എന്താണ്? ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ അതിനെ തീർത്തും എതിർത്തുകൊണ്ട് സമസ്തയുടെ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് ചില ആളുകൾ SMF-നെയും അത്തരം സംവിധാനങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഒളിത്താവളമായി, സമസ്ത വിരുദ്ധരുടെ ഒരു ഒളിത്താവളമായി SMF-നെയും അതിൻ്റെ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അതിൻ്റെ നിരന്തരമായ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ SMF-മായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ സമുന്നതരായ നേതാക്കന്മാരെ ഒന്നും ഉൾപ്പെടുത്താത്ത അത്തരം പരസ്യങ്ങളും വാർത്തകളൊക്കെ SMF സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്തയുടെ പോഷക ഘടകമാണ്. അതിനെയൊക്കെ ഒരുതരം തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റുകളും ടെക്സ്റ്റുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹുദവിയുടെ ഈ പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റ്, അത് ഏറ്റവും ഈ പറഞ്ഞ വ്യക്തിയോട് അല്ലെങ്കിൽ അത്തരം മനോഭാവമുള്ള ഹുദവി, വാഫി, സുഹാബി നിലപാടുകളുള്ള ആളോട് പറയാനുള്ള നല്ലൊരു കമൻറ്റാണ്. ആ കമൻ്റൊന്ന് കണ്ടപ്പോൾ അത് വായിക്കാമെന്ന് കരുതി. ഇതാണ് ആ കമൻറ്റ്. ഇബ്രാഹിം ബാദുഷാ എന്ന് പറഞ്ഞ സഹോദരൻ എഴുതിയ കമൻറ്റാണ്. അത് നമുക്കൊന്ന് വായിക്കാം. അതിന് ദാറുൽ ഹുദയെ ആരും എതിർത്തിട്ടില്ല. സത്യമാണ്, ദാറുൽ ഹുദ അതുപോലെ വാഫി സംവിധാനത്തിലുള്ള വളാഞ്ചേരി മർക്കസ് അതുപോലെ സ്ഥാപനങ്ങളൊക്കെ അതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനങ്ങളാണ്. ജാമിയ, ഇതിനൊന്നും ആരും എതിർത്തിട്ടില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന ചില ആളുകളും അവിടെ നിന്ന് ഇറങ്ങിയ കുറച്ച് ഹുദവികളെയും എതിർത്തിട്ടുണ്ടാവും. ശരിയാണ്. അതിനെ ദാറുൽ ഹുദയെ എതിർത്തു. അവരെതിർത്തു എന്നതിൻ്റെ പേരിൽ ദാറുൽ ഹുദയെ എതിർത്തു. അവരെതിർത്തത് എന്തിനാ? അവർ സമസ്തക്ക് എതിർപക്ഷത്തായി അവരുടേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്തയെ ധിക്കരിക്കുന്ന സ്വഭാവം ഉണ്ടായി. അപ്പോൾ അത് എതിർത്തു. അപ്പോൾ അത് സമസ്ത അത്തരം ആളുകളെ എതിർക്കുന്നത് ദാറുൽ ഹുദയെ എതിർക്കലാവുമോ? അതൊരു റിയാലിറ്റി, ഒരു റിയൽ ചോദ്യം ആണല്ലോ, അതാണല്ലോ, അതൊരു സത്യമല്ല. അത് ദാറുൽ ഹുദയെ എതിർത്തിട്ടല്ലല്ലോ. എന്നിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ദാറുൽ ഹുദ സമസ്തയുടെ സ്ഥാപനമാണ്. അത് ആയിരുന്ന കാലത്തോളം അവിടെ സമസ്തയുടെ പണ്ഡിതന്മാരുണ്ടാവും. ശരിയാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി, ബഹുമാനപ്പെട്ടവർക്ക് സമസ്തയെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അവിടുത്തെ മുഷാവറയും സമസ്തയുടെ മുഷാവറയും എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം എപ്പോഴും നിന്നിട്ടുള്ള നമുക്കൊക്കെ അഭിമാനമുള്ള ഒരു നേതൃത്വമാണ്. ഇത്തരം സ്വഹാബിസമൊന്നും കളിക്കാതെ നേരായ രീതിയിൽ നിലപാടുകൾ പറയുന്നൊരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. തങ്ങളവിടെ വന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പരിപാടികൾ സംബന്ധിച്ചു എന്നതുകൊണ്ട് അതൊരു തങ്ങളുടെ ആശയത്തിനോട് അവർ കൂടെ നിന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് എന്തിനാണ് വളച്ചൊടിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, അത് ആയിരുന്ന കാലത്തോളം അവിടെ സമസ്തയുടെ പണ്ഡിതന്മാരുണ്ടാകും. അത് ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വഷളാകുന്നത് നിങ്ങളെപ്പോലത്തെ ആളുകളാണ്. അപ്പോൾ അത് സമസ്തൻ്റെ സ്ഥാപനമാണ്. സമസ്തൻ്റെ സ്ഥാപനം അത് സമസ്തൻ്റെ കീഴിലാകുന്ന കാലത്തോളം അവിടെ സമസ്തയുടെ പണ്ഡിതന്മാർ വരും എന്നതുകൊണ്ട് ആ സ്ഥാപനത്തെ വെച്ചുകൊണ്ട് അതിൽ ചില മേധാവികൾ, അതിൻ്റെ ഭാരവാഹികളടങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും ധിക്കരിക്കുന്ന പരസ്യമായി തന്നെ മഹാന്മാരായ ഉസ്താദുമാരെ എതിർക്കുന്ന തരത്തിലേക്ക് സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. എന്നിട്ട് അവരെ വെള്ളപൂശാൻ വേണ്ടി അവരാണ് ശരി എന്ന് പറയുന്ന തരത്തിലേക്ക് ഇത്തരം പിക്ചറുകളും പോസ്റ്ററുകളും നടത്തിയിട്ട് സമസ്തയുടെ മക്കളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമാണ്. ഇവിടെ ആരാണ് ഇത്തരം ഫിത്തനകളും ഫസാദുകളും അനൈക്യവും അകൽച്ചയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നത് ഓരോ ആളുകൾക്കും കൃത്യമായി അറിയാം. അപ്പോൾ ഇത്തരം ഉഡായിപ്പുകളും ഇത്തരം സെൻറ്റിമെൻസുകളൊന്നും അടിച്ചിട്ട് ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. ആ വെള്ളം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇത്തരം സുഹാബി നിലപാടുകളുള്ള ഹുദവികളോടും വാഫികളോടും പറയാനുള്ളത്.